എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ആലോചിച്ചു പോകും, ഇപ്പോൾ തന്നെ എന്നെ രക്ഷിക്കണമേ. മറ്റൊരു വഴിയും മുൻപോട്ട് കാണാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണല്ലോ. ഒരുപക്ഷെ ഇപ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് ഹോശന്ന. ഇന്ന് ഹോശന്ന ഞായറാഴ്ചയാണ്. നോമ്പിൻ്റെ നാളുകളിൽ ഹോശന്ന ദിനം പോലെ വ്യത്യസ്തമായിട്ട് മറ്റൊരു ദിനമില്ല. ഈ ഒരാഴ്ചയെ വിശുദ്ധ വാരമെന്നും കഷ്ടാനുഭവ ആഴ്ചയെന്നുമൊക്കെ നമ്മൾ പറയാറുണ്ട്. നോമ്പിൻ്റെ നാളുകളിൽ യേശു അനുഭവിച്ച യാതനകളും പ്രയാസങ്ങളും യേശു അനുഭവിച്ച സംഘർഷങ്ങളുമൊക്കെ ചിന്താവിഷയമാകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് വ്യത്യസ്തനായിട്ടുള്ള ഒരു യേശുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് യേശു സമാധാനത്തിൻ്റെ രാജാവായിട്ട് യെരുശലേമിൽ ധൈര്യത്തോടുകൂടെ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രഘോഷണമാണ് ഈ ഞായറാഴ്ച സംഭവിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പലരുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻസ്, തർക്കങ്ങൾ, ചോദ്യങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു സഞ്ചരിച്ച പ്രതികൂലത്തിൻ്റെ സാഹചര്യം. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ, ഓശാനയുടെ ദിവസത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ഒരു രാജാവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ലഭിച്ചിരിക്കുന്നത് ലെറ്റ് ദ കിങ് ഓഫ് പീസ് എൻ്റർ, സമാധാനത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതൊരു സങ്കീർത്തനത്തിൻ്റെ വാചകമാണ്, നമുക്കറിയാം. യേശുവിനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രിൻസ് ഓഫ് പീസ് എന്നാണ്. സമാധാനത്തിൻ്റെ രാജകുമാരൻ നമുക്കായിട്ട് പിറന്നിരിക്കുന്നു എന്ന സദ്വാർത്തയാണ് ദൂതന്മാരുടെ വാക്കുകളിലൂടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. തുടക്കം മുതൽ യേശുവിന് ഒരു രാജാവിൻ്റെ പരിവേഷമുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു ലോകത്തെയാണ് കാണുന്നത്. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല. യേശുവിൻ്റെ ജീവിതത്തിലുടനീളം ശക്തമായ ഒരു വിഷയം, ഒരു പ്രതിപാദ്യം അതാണ്. യേശുവിൻ്റെ ജനന സമയത്ത് കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാർ, മജായ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വാന നിരീക്ഷകരായിട്ടുള്ള ആ ജ്ഞാനികൾ, അവർ വന്ന് അന്വേഷിക്കുന്നത് യഹൂദന്മാരുടെ രാജാവിനെയാണ്. അല്ലാതെ ജോസഫിൻ്റെയും മറിയയുടെയും ഒരു പൈതൽ കാലി തൊഴുത്തിൽ ജനിച്ച ഉടനെ കിടത്തുകയും അതിനുശേഷം ഒരു ഭവനത്തിലേക്ക് മാറുകയും ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഒരു പൈതലിനെ അന്വേഷിച്ചല്ല അവർ വരുന്നത്. അവരന്വേഷിച്ച് വരുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ പോയി അന്വേഷിക്കുന്നു. അതിനുശേഷം രാജാവിനായിട്ടുള്ള തിരച്ചിൽ. യേശു സമാധാനത്തിൻ്റെ രാജാവ് തന്നെയാണ്. അവർ കൊണ്ടുവന്ന സാധനങ്ങൾ പൊന്ന്, മൂര്, കുന്തിരിക്കം. അതിൽ പൊന്ന് പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്വത്തെയാണ്. അതുകൊണ്ട് തന്നെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യത്തിന് അർത്ഥമുണ്ട്. ആ രാജാവിനെ ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. യഹൂദ നാട്ടിലും, അതായത് സ്വന്തം പ്രവിശ്യയിൽ ഹെരോദാവിൻ്റെ ഭരണം മൂലം പൊറുതിമുട്ടിയിരിക്കുന്ന ജനം, സാമ്രാജ്യത്തിലാകട്ടെ റോമാ പ്രവിശ്യയിൽ, റോമാ സാമ്രാജ്യത്തിലുടനീളം റോമാ നിയമത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന, റോമ നികുതിയുടെ ഭാരത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനിയൊരു മോചനം ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? സ്വന്തമായുള്ള പ്രവിശ്യയിൽ സാധ്യമല്ല, സ്വന്തമായുള്ള സാമ്രാജ്യത്തിൽ സാധ്യമല്ല. കാരണം അവിടെ അധികാരമാണ് കൈയാളുന്നത്. അധികാരത്തിന് മുൻപിൽ അനുകമ്പയ്ക്ക് സ്ഥാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് രക്ഷ ലഭിക്കും? എവിടെയാണ് ആശ്വാസം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് ഈ ഒരു അടിമത്വത്തിൽ നിന്ന്, ഈ ഒരു എംപയറിൻ്റെ, ഈ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ, ഈ ഒരു ഹെരോദിയൻസ് കയ്യിൽ നിന്ന് വിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? ആരാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത്? കർത്താവിനെയാണ് അവർ കാണുന്നത്. കർത്താവ് ഇപ്പോൾ എന്നെ രക്ഷിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. യേശുവിനെ ഈ ഒരു രാജ്യത്വവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വായിക്കുന്നത്. ആ ഒരു ഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, മുൻപും പിൻപും നടക്കുന്നവർ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. ഹിയർ ഈസ് ദ കിങ്, ഇത് ഞങ്ങളുടെ രാജാവാണ് എന്ന് ആഘോഷിക്കുന്ന ഒരു
വലിയ ജനവിഭാഗം, ഒരു വലിയ പീസ് റാലി പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു വന്ന് നിൽക്കുന്നത് ഒലിവ് മലയിലാണ്. യേശു പോകുന്നത് ജെറുസലേമിലേക്കാണ്. മശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ ശക്തമായിട്ട് നിഴലിടുന്നത് കൊണ്ട് അവിടെ കൂടിയ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും, ദിസ് ഈസ് അവർ മെസ്സയ, ഇത് ഞങ്ങളുടെ മശിഹയാണ്, ഈ മശിഹയാണ് ഞങ്ങളെ വിടുവിക്കുവാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിൽക്കുന്നത് ഒലിവ് മലയിലാണ്. ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വിജയിയായിട്ട് പോവുകയാണ്. പോകുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ ഒരു സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വാഹനമൃഗത്തിൻ്റെ കഴുതയുടെ പുറത്താണ്. എത്ര മനോഹരമായിട്ടുള്ള കോയിൻസിഡൻസ്! യേശു ദാവീദ് പുത്രനാണ് എന്ന് ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് മറ്റാരുമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. 10-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 10-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ യേശു യെരിഹോയിലേക്ക് പോകുന്ന സമയത്ത് വിഷ്വലി ചലഞ്ചഡായിട്ടൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് ബർത്തിമായി എന്നായിരുന്നു. ബർത്തിമായോട് ആളുകൾ കേട്ടത് മാത്രമേ യേശുവിനെ കുറിച്ചുള്ള ധാരണ സാധ്യതയുള്ളൂ. അവിടെയുള്ളവരെല്ലാവരും പറയുന്നത് അവിടെ നസ്രയൻ ആയ യേശു ഇതാ വരുന്നു. ബർത്തിമായെ എന്താണ് ഈ ബഹളം എന്ന് ചോദിച്ചപ്പോൾ, ബർത്തിമായി എന്താണ് ഈ ബഹളം എന്ന് ചോദിച്ചപ്പോൾ നസ്രയനായ യേശു വരുന്നു എന്ന് പറയുന്നു. യേശു അരികിലെത്തിയപ്പോൾ ബർത്തിമായി എന്ന് പറയുന്ന വിഷ്വലി ചലഞ്ചഡായിട്ടുള്ള മനുഷ്യൻ ശക്തമായ രീതിയിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മറ്റാരും യേശുവിന് ഈ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയുള്ളവർ പല ടൈറ്റിൽ, സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ്, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ഗുരു, മറ്റു പല ടൈറ്റിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ അന്ധനായ മനുഷ്യൻ പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മിണ്ടാതിരിപ്പാൻ പലരും പറഞ്ഞു. കാരണം കൂടെ വന്നവർക്ക് യേശു ഒരു റബിയാണ്, യേശു ഒരു നസ്രയനാണ്, യേശു അതുപോലെ മറ്റു പലതുമായിരിക്കാം. പക്ഷെ ബർത്തിമായി എന്ന മനുഷ്യന് ബാഹ്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൽ അദ്ദേഹം കണ്ടത് ഹിയർ ഈസ് ദ കിങ്, സൺ ഓഫ് ഡേവിഡ്. ദാവീദ് എന്ന ഏറ്റവും പ്രഗത്ഭനായ രാജാവിൻ്റെ തുടർന്ന് വരുന്ന ആ വംശാവലിയിൽ വരുന്ന ഒരു മശിഹായുണ്ട്. സൺ ഓഫ് ഡേവിഡ് എന്ന പേരിട്ടിരിക്കുന്നത് ആ മശിഹയ്ക്കാണ്. ആ മശിഹ വരുന്നത് അല്ലാതെ നസറേയൻ മാത്രമല്ല. ഹീസ് എ കിങ്, വരുന്നത് സമാധാനത്തിൻ്റെ രാജാവാണ്. ആ ഒരു ബോധ്യം ശക്തമായിട്ട് പറയുന്നത് 10-ാമത്തെ അധ്യായത്തിൽ ബർത്തിമായിയാണ്. 11-ാമത്തെ അധ്യായത്തിൽ ജനക്കൂട്ടം ബർത്തിമായി പറഞ്ഞ ടൈറ്റിലാണ് എടുത്തുപയോഗിക്കുന്നത്. വളരെ സ്ട്രേഞ്ചാണത്. ബാക്കിയുള്ളവർ ആരും കാണാത്ത ഒരു പ്രധാനപ്പെട്ട സത്യം പുറമേ കാഴ്ചയില്ലെങ്കിലും അകമേ കാഴ്ചയുള്ള ബർത്തിമായിക്ക് ലഭിക്കുകയാണ്. എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ബർത്തിമായി ഉറക്കെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. യേശു അവിടെ നിന്നു, അവനെ വിളിപ്പാനായിട്ട് കൽപ്പിച്ചു. അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. അതിനുശേഷം എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. സൗഖ്യമായി യേശുവിൻ്റെ പിന്നാലെ പോയി. ഹി വാസ് ദ ലാസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ബർത്തിമായി ആയിരുന്നു അവസാനത്തെ. യേശുവിൻ്റെ രാജ്യത്തെ മനസ്സിലാക്കി, യേശുവിൻ്റെ സമാധാനത്തിൻ്റെ രാജ്യത്തെ മനസ്സിലാക്കി, യേശു രാജാവാണെന്ന് മനസ്സിലാക്കി, യേശുവാണ് വരുവാനുള്ള മശിഹ എന്ന് മനസ്സിലാക്കി പിൻഗമിച്ച ബർത്തിമായിയുണ്ട്. യേശു രാജാവ് തന്നെയാണ്. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ട്രയംഫൽ എൻട്രി. യേശു ജെറുസലേമിലേക്ക് പോകുന്നു. വലിയൊരു ആഘോഷവും ആർപ്പുവിളികളുമായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് പീലാത്തോസിൻ്റെ വിസ്താരവും അതിനുശേഷമുള്ള ക്രൂശീകരണവും, ക്രൂശിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇവൻ യഹൂദന്മാരുടെ രാജാവ്, നസറേനായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും കാണുന്നു. ഹീ ഈസ് ദ കിങ്. യേശു രാജാവാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്. ഇവിടെ യേശു ധൈര്യത്തോടുകൂടെ യെരുശലേമിലേക്ക് പോകുമ്പോഴും ആൾക്കൂട്ടം ആർത്തു വിളിക്കുമ്പോഴും യേശുവിനെ രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ പിൻഗമിക്കുമ്പോഴും യേശുവിനെ കൃത്യമായിട്ട് അറിയാം, യെരുശലേമിലേക്ക് പോകുന്നത് അവിടെ രാജാവായി വഴിക്കപ്പെടാനല്ല, ക്രൂശിൽ തൻ്റെ ജീവനെ മറുവിലയായിട്ട് നൽകുവാനാണ്. ലക്ഷ്യബോധമുണ്ട്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി യേശു പോകുന്നു. അതിനിടയിൽ ലഭിക്കുന്ന ആർപ്പുവിളികളും അഭിനന്ദനങ്ങളും പ്രശംസകളും ഒന്നും യേശുവിനെ ബാധിക്കുന്നതേയില്ല. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ കർത്താവിൽ നിന്ന് പഠിക്കാനേറെയുണ്ട്. യേശുവിനെ രാജാവായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ? അവിടെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം യേശു പുനരുദ്ധാനം ചെയ്ത് വീണ്ടും വരുന്ന കർത്താവാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഈ ആർപ്പുവിളികളൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ എന്നെ രക്ഷിക്കണമേ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഹോശന്ന ആർപ്പുവിളികൾ ഉണ്ടെങ്കിലും
കർത്താവിന് കൃത്യമായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കുരിശിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഭാഗത്ത് സെലിബ്രേഷനുണ്ട്, ഒരു ഭാഗത്ത് ആർപ്പുവിളികളുണ്ട്, ഒരു ഭാഗത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉയരുന്ന ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, ദൈവമേ കർത്താവെ എന്നെ രക്ഷിക്കണമേ. ആ രക്ഷിക്കുന്ന കർത്താവ് യേശു തന്നെയാണ് എന്ന് യേശുവിൻ്റെ ഈ ഒരു ഘോഷയാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ യേശു നൽകുന്നത്, യേശു ഹൃദയത്തിൻ്റെ രാജാവായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് സമാധാനമാണ്. കാരണം ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ വളരെ സംഗതമാണ്. ലെറ്റ് ദ കിങ് ഓഫ് പീസ് എൻ്റർ. സമാധാനത്തിൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. ചില കുട്ടികളൊക്കെ നമ്മളെ വല്ലാതെ എൻലൈറ്റൻ ചെയ്യാറുണ്ട്. ഈ അടുത്ത സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 ചെറിയ മക്കളും അവർ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ട് മുൻപിലുണ്ടായിരുന്ന കാറ്, അദ്ദേഹം ഒരു മദ്യപിച്ച് വണ്ടി ഓടിച്ചൊരു ഡ്രൈവറായിരുന്നു. ആ കാറ് പോയിട്ട് എതിരെ വീഴുന്ന ആംബുലൻസിലിടിച്ചു. ആംബുലൻസ് വന്ന് ഈ കാറിലിടിച്ചു, ഈ കാറ് മറ്റൊരു കാറിലിടിച്ചു. വലിയ കാര്യമായിട്ട് പരിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ അതൊരു ഷോക്കായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് വലിയ ഷോക്കാകും എന്നാണ് എല്ലാവരും കരുതിയത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെ 2 കുട്ടികളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, ഈ വണ്ടി വന്നിടിച്ചപ്പോൾ നിങ്ങൾക്ക് പേടിയായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഒരു കുട്ടി പറഞ്ഞു, രണ്ടാമത്തെ കുട്ടി അത് തന്നെ പറഞ്ഞു, യേശു എൻ്റെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്, ഞങ്ങൾക്ക് നല്ല സമാധാനമാണ്, ഞങ്ങൾക്ക് ഈ ഇടിയിലൊന്നും ഞങ്ങൾക്ക് ഭയപ്പെട്ടിട്ടേ ഇല്ല, കാരണം യേശു ഞങ്ങളോട് കൂടെയുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, യേശു സമാധാനം നൽകി നമ്മെ വഴി നടത്തും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ കർത്താവ് സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് ഈ കർത്താവായ യേശുവേ, അവിടുന്ന് സമാധാനത്തിൻ്റെ രാജാവാണല്ലോ, എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കർത്താവിലുള്ള സമാധാനം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന സമാധാനത്തിൻ്റെ രാജാവായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ധീരനായിട്ട് രാജാവായിട്ട് രാജാവിൻ്റെ പ്രൗഢിയോടെ വലിയ മലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്തതിനെ ഞങ്ങളിന്ന് ധ്യാനിച്ചപ്പോൾ കർത്താവേ, ചുറ്റും ജനങ്ങൾ ആവേശത്തോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരണമേ. ഹോസന്ന ലോർഡ് സേവ് അസ് നൗ. കർത്താവെ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന ഒരു പ്രതീക്ഷ മാത്രമല്ല, അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമേ. സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണമേ. സമാധാനം ഉള്ളവർ മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാനും ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സമാധാനത്തോടു കൂടെ ജീവിപ്പാനും കർത്താവെ, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ വരവിനായിട്ട് കാത്തിരിപ്പാനും ഞങ്ങൾ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണം.